നമസ്കാരം, സിറ്റി ന്യൂസിലേക്ക് സ്വാഗതം. കോർപ്പറേഷൻ പരിധിയിൽ ബഡ്സ് സ്കൂളും തൊഴിൽ പരിശീലന കേന്ദ്രവും ആരംഭിക്കുമെന്ന് മേയർ മുസ്ലിം മഠത്തിൽ. ഭിന്നശേഷി വിദ്യാർത്ഥികളുടെ രക്ഷിതാക്കളുടെ സംഘടനയായ കണ്ണൂർ ഡിസ്ട്രിക്ട് പരിവാർ വാർഷിക പൊതുയോഗം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഇതിനായി വരുന്ന വാർഷിക പദ്ധതിയിൽ ആവശ്യമായ തുക അനുവദിക്കുമെന്നും മേയർ പറഞ്ഞു. തങ്ങളുടെ കാലശേഷം എന്നുള്ളതാണ് ഓരോ രക്ഷിതാവിൻ്റെയും ഏറ്റവും വലിയ പ്രയാസം. എന്നാൽ അത്തരം ചിന്തകളെ അതൊക്കെ അസ്ഥാനത്താണ് എന്നുള്ളതാണ് ഓരോ കാലം നമ്മളെ തെളിയിച്ചിട്ടുള്ളത്. പിന്നെ വ്യത്യസ്തങ്ങളായ സംവിധാനങ്ങൾ ഇപ്പോൾ ഇവിടെ രൂപീകരിക്കപ്പെട്ടതുപോലെയുള്ള ഡിസ്ട്രിക്ട് പരിവാർ പോലെയുള്ള സംവിധാനങ്ങൾ അതൊക്കെ ഇത്തരം വിഷയങ്ങളിൽ ഒരു വലിയ പരിഹാരമാണ് എന്നുള്ളതാണ്. ഇവിടെ നമ്മുടെ മക്കൾ ഭിന്നശേഷിക്കാരായ കുട്ടികൾ, അത് ഭിന്നശേഷിക്കാരെന്നാണ് സർക്കാർ തന്നെ പറഞ്ഞിട്ടുള്ളത്. പ്രത്യേകിച്ച് ഇത്തരം കുട്ടികൾക്ക് പ്രത്യേകിച്ച് എന്തെങ്കിലും ഒരു ശേഷിയുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെയാണ് അത്തരത്തിൽ വിശേഷിക്കപ്പെട്ടത്. ജവഹർ ലൈബ്രറി ഹാളിൽ നടന്ന യോഗത്തിൽ പരിവാർ ജില്ലാ പ്രസിഡന്റ് പി മുരളീധരൻ അധ്യക്ഷത വഹിച്ചു. നാഷണൽ പരിവാർ എക്സിക്യൂട്ടീവ് അംഗം പ്രൊഫസർ കോയട്ടി മുഖ്യാതിഥിയായി. RP വിനോദ്, R വിശ്വനാഥൻ, MP കരുണാകരൻ, അഡ്വക്കേറ്റ് ജമീൽ അഹമ്മദ്, C രമേശൻ, സൗമിനി TP, ഷീന സുരേഷ് എന്നിവർ സംസാരിച്ചു. ചടങ്ങിൽ ഒന്നിൽ കൂടുതൽ ഭിന്നശേഷിക്കാരെ സംരക്ഷിക്കുന്ന 40ഓളം അമ്മമാരെ ആദരിച്ചു.